ഹായ്, ഞാൻ പ്രീത. എല്ലാവർക്കും പ്രീത സമൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത്. ഇനി എടുത്തിരിക്കുന്നത് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ്. വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ഇനി ചെയ്യേണ്ടത്, ഒരു മിക്സിയുടെ ജാറിൽ എടുത്തു വെച്ചിരിക്കുന്ന ഈ അവൽ നന്നായിട്ട് പൊടിച്ചെടുക്കണം. കണ്ടോ, ഇതേപോലെ പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ആ ജാറിൽ തന്നെ നമ്മൾ പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. നല്ലോണം വെന്ത ഉരുളക്കിഴങ്ങാണെങ്കിൽ ഒരു കയ്യിലും കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുത്താലും മതി. കണ്ടോ, ഇനി നന്നായിട്ട് അരച്ചെടുക്കാത്. ഇനി നമ്മൾ അരച്ചു വെച്ച ഉരുളക്കിഴങ്ങ് അവലിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു പച്ചമുളക് നൈസായിട്ട് അരിഞ്ഞതും, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചപ്പാത്തിക്ക് എങ്ങനെയോ കൊടുക്കുന്നോ അതേപോലെ നല്ല മയത്തിൽ നല്ലോണം കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ആ ഇതിൽ തന്നെ നമുക്ക് അവൽ നന്നായി കുഴച്ചെടുക്കാൻ പറ്റും. അഥവാ നിങ്ങൾക്ക് കുഴച്ചെടുക്കാൻ അങ്ങനെ പറ്റിയില്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇത് നല്ലോണം തന്നെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ നല്ലോണം കുഴച്ച് സോഫ്റ്റായി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ കണ്ടോ, ഇതേപോലെ ഓരോ ഫിംഗേഴ്സാക്കി നമുക്ക് റെഡിയാക്കി എടുക്കാം. കണ്ടോ, ഇതേപോലെ ഓരോന്ന് റെഡിയാക്കി എടുക്കാം. അല്ലെങ്കിൽ ഒരു കട്ടിംഗ് ബോർഡിൽ ഇതേപോലെ ആക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്താലും മതി. കണ്ടോ, നമുക്ക് ഇതേപോലെ ഓരോന്ന് മുറിച്ച് എടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രം സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. അത് നല്ല തിളച്ച എണ്ണയിൽ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പം ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് കൂടി പിടിച്ച് കിടക്കുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ നീക്കി കൊടുത്താൽ മതി. പിന്നെ അധികം ഇളക്കാൻ നിൽക്കരുത്. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ ഫിംഗർ ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ സോസിൻ്റെ ഒപ്പം കൊടുത്താൽ വളരെയേറെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അത്രയ്ക്ക് ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കിത് ഇനി ഇതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. കണ്ടോ, നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. കമൻസൊക്കെ അറിയിക്കണം. അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ.